ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും ചർച്ചകൾ തുടരും. ലോക്സഭയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയും. രാഹുൽ ഗാന്ധി, അമിത് ഷാ എന്നിവരും സംസാരിക്കും. രാജ്യസഭയിലും ഇന്ന് ചർച്ചയുണ്ടാകും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഇന്നലെ 16 മണിക്കൂർ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ 16 മണിക്കൂറിലെ ചർച്ചയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കം കുറിച്ചിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പാർലമെന്റിൽ വളരെ നിർണായകമായ ദിവസമാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ഇന്ന് ലോക്സഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസാരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർ ഈ വിഷയത്തിൽ സംസാരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ചർച്ചയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കമിട്ടിരുന്നു. 22 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതായി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ബാക്കി ഇടപെടലൊന്നും ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഈ 100 ദിവസം കഴിഞ്ഞിട്ടും പഹൽഗാം പ്രതികളെ പിടികൂടാത്തതിനെ കോൺഗ്രസ് നേതാവ് ആയ ഗൗരവ് ഗൊഗോയ് വിമർശിക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ആ രീതിയിൽ വലിയ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. എന്തായാലും ഇന്ന് രാജ്യസഭയിലും ചർച്ചയ്ക്ക് തുടക്കമാകും. രാജ്യസഭയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ നിന്ന് ഈ ചർച്ചയ്ക്ക് മറുപടി നൽകിയേക്കുമെന്ന് എന്നതാണ്. എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് സംഘർഷം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു, അല്ലെങ്കിൽ ഒരു ഇടപെടലുണ്ടായി എന്നടക്കമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെല്ലാം തന്നെ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇതിലെല്ലാം ഒരു ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സംസാരിക്കുമോ എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച തന്നെയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു മറുപടി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇന്നലെ ആണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. 16 മണിക്കൂർ ചർച്ചയാണ് പാർലമെന്റിൽ നടക്കുന്നത്. എന്തായാലും ഇന്ന് രാജ്യസഭയിലും ഈ ചർച്ചയ്ക്ക് തുടക്കമാവുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കും. അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീപ്തി. ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു സംഘർഷത്തിനിടയ്ക്ക് അതിന് മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ രാജ്നാഥ് സിംഗ് തള്ളുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ഒരു കണക്ക് പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അതിന് രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു വിഷയങ്ങളും ഇന്നും ഈ ഒരു ചർച്ചയ്ക്കെടുക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കും. ഈ ഒരു ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോടും ചോദിക്കുമെന്നൊരു കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ദീപ്തി, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സൈനിക നടപടി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച വേണമെന്ന് നിരന്തരമായുള്ള പ്രതിപക്ഷ ആവശ്യത്തിന് പിന്നാലെയാണ് പാർലമെന്റിൽ ഈ ചർച്ച നടക്കുന്നത്. എന്തായാലും 16 മണിക്കൂർ ചർച്ചയാണ് നടക്കുന്നത്. അതിനാണ് സമയം അനുവദിച്ചത്. അതിൽ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വളരെ നിർണായകമായ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ടായി. 22 മിനിറ്റാണ് മിനിറ്റ് കൊണ്ട് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതായാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം. കൂടാതെ ഈ ബാഹ്യ ഇടപെടലൊന്നും ഉണ്ടായില്ല എന്നതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. എന്തായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ എല്ലാം തന്നെ തള്ളിക്കൊണ്ടായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രതികരണം എന്നതും ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ്. നേരത്തെ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന് നിരവധി തവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയ ഘട്ടത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന അടക്കമുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തത നൽകണം എന്നതാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനെല്ലാം തന്നെ ഒരു ഉത്തരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രധാനമന്ത്രിയോടും പ്രതിപക്ഷം ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെ ഒരു ബാഹ്യ ഇടപെടൽ ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഉണ്ടായിട്ടില്ല എന്നതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കിയ
ഒരു കാര്യം. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടിയിലും ഇക്കാര്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ രാജ്യസഭയിലും എന്താണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ എന്താണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ നടപടികൾ ഏത് രീതിയിലായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ രാജ്യസഭയിലും കേന്ദ്രം വ്യക്തമാക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ നിർണായകമായ ചർച്ചകൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്നും തുടരും. ദീപ്തി, ശരി. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും ചർച്ചകൾ തുടരും. ലോക്സഭയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയും. രാഹുൽ ഗാന്ധി, അമിത്ഷാ എന്നിവരും സംസാരിക്കും. രാജ്യസഭയിലും ഇന്ന് ചർച്ച. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.